അങ്ങനെ നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു കൺട്രോളർ ആഡ് ചെയ്യണം, അതായത് API കൺട്രോളർ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഡീഫോൾട്ട് ഒരു കൺട്രോളർ ഉണ്ട്, API കൺട്രോളർ. വെതർ ഫോർകാസ്റ്റ് കൺട്രോളർ ആണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ളൊരു കൺട്രോളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺട്രോളർ ബേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നത് എ ബേസ് ക്ലാസ് ഫോർ MVC കൺട്രോളർ വിത്തൗട്ട് വ്യൂ സപ്പോർട്ട്. സാധാരണ നമ്മൾ API കൺട്രോളർ ഇതിനകത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു HTTP റെസ്പോൺസ് HTML ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക. ആ HTML പിടിച്ച് നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ റെൻഡർ ചെയ്യുന്ന പരിപാടി. പക്ഷെ ഇവിടെ നമ്മൾ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്, അതായത് ആംഗുലറിലാണ് നമ്മൾ നോക്കുന്നത്. സോ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വ്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് .NET കോറിനകത്ത് നമുക്കിവിടെ വ്യൂ വേണ്ട. നമ്മൾ SPAയിൽ നമ്മൾ ഫ്രണ്ട് എൻഡ് സൈഡിൽ നമ്മൾ ചെയ്യും. ഓക്കെ, സോ നമ്മൾ പുതിയൊരു API കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോളേഴ്സിനകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുത്തിട്ട് കൺട്രോളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ 3 ഓപ്ഷൻസ് വരും. MVC കൺട്രോളർ എംറ്റി വിത്ത് റീഡ് ആൻഡ് റൈറ്റ് ആക്ഷൻസ് വിത്ത് വ്യൂസ് യൂസിങ് എൻറ്റിറ്റി. അപ്പം നമ്മൾ ആക്ച്വലി MVC കൺട്രോളർ എംറ്റി ആണ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോണത്. ഓക്കെ, അത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡീഫോൾട്ടായിട്ട് നെയിം എന്ന് പറഞ്ഞാൽ ഹോം കൺട്രോളറാണ്. അത് ഹോം കൺട്രോളർ മാറ്റിയിട്ട് ഞാനിവിടെ ഹോം മാറ്റിയിട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്ന് വീഴും. ഓക്കെ, സോ ഡീഫോൾട്ടായിട്ട് നമുക്കൊരു പബ്ലിക് ആക്ഷൻ റിസൾട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ വ്യൂ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്കിത് ആവശ്യമില്ല, നമുക്കിതൊന്നും കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ ഈ ക്ലാസ്സിന് നമ്മളിവിടെ API കൺട്രോളർ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണം, API കൺട്രോളർ. എന്നിട്ട് നമ്മൾ ഇതിന്, കാരണം ഈ API കൺട്രോളർ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് HTTP റെസ്പോൺസ്, അതായത് API എൻഡ് പോയിന്റ്സ് എഴുതാനുള്ള ഫയലാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് ഈ കൺട്രോളർ ആക്ച്വലി ഒരു API എൻഡ് പോയിന്റ്സിന് വേണ്ടിയാണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മൾ റൂട്ട് പറഞ്ഞു കൊടുക്കാം. റൂട്ടിനകത്ത് നമ്മൾ പറയുന്നത് API സ്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെ വരുന്ന പറഞ്ഞാൽ നമുക്ക് കൺട്രോളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൺട്രോളർ നെയിം ഉണ്ടല്ലോ, ആ നെയിമിന് പുറമെ നെയിമിൻ്റെ മുമ്പേ ഉള്ള വേർഡ് അങ്ങ് എടുക്കും. അതായത് നമ്മൾ യൂസേഴ്സ് കൺട്രോളർ ആണെങ്കിൽ കൺട്രോളർ ഇഗ്നോർ ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണോ ഉള്ളത് അത് എടുക്കും, അതായത് കൺട്രോളറിൻ്റെ നെയിമിന് മുന്നേ. അപ്പോൾ ഇവിടെ യൂസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ API എൻഡ് പോയിന്റ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ API സ്ലാഷ് യൂസേഴ്സ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഈ API എൻഡ് പോയിന്റ് നമ്മളുടെ ഡേറ്റാബേസുമായിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യണം. ഓൾറെഡി നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം CSനകത്ത് നമ്മൾ AddDB കോണ്ടെക്സ്റ്റ് നമ്മൾ ഡേറ്റ കളക്ഷനിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ഡേറ്റാബേസ് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെക്കും. ഇനി അടുത്ത് നമുക്ക് ഈ കൺട്രോളറിനകത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇതിനെ കൺസ്ട്രക്ടറിനകത്ത് നമ്മളിവിടെ അതിനെ യൂസ് ചെയ്യും. അതിൽ നമ്മൾ DB കോണ്ടെക്സ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞായിരിക്കും വെക്കുന്നത്. നമ്മളിവിടെ ഡേറ്റ കളക്ഷൻ ആണ് കൊടുക്കുന്നത്, DB കോണ്ടെക്സ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ HTTP ഗെറ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ പബ്ലിക് ആക്ഷൻ റിസൾട്ട്. ഓക്കെ, ആക്ഷൻ റിസൾട്ടിനകത്ത് നമ്മളിവിടെ ടൈപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്യൂമറബിളിനകത്ത് നമ്മൾ എന്താ ചെയ്യും, നമ്മളിവിടെ കോണ്ടെക്സ്റ്റ് അല്ല, നമ്മളുടെ എൻറ്റിറ്റി നമ്മളിവിടെ ആഡ് ചെയ്യണം. അതായത് ഈ ഒരു എൻറ്റിറ്റി യൂസർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന എൻറ്റിറ്റി നമ്മളിവിടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഗെറ്റ് യൂസേഴ്സ് കൊടുക്കാം. യൂസർ ഡീറ്റെയിൽസ്. ഓക്കെ,
യൂസർ ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു API എൻഡ് പോയിന്റ്. ആ API എൻഡ് പോയിന്റിന്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി റിട്ടേൺ ചെയ്യുന്നത് ഒരു ഓക്കെ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ആക്ച്വലി ഈ ഓക്കെ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് 200 സ്റ്റാറ്റസ് ആയിരിക്കും. അതായത് ഓക്കെ മെത്തേഡ് എന്ന് പറയുന്നത് സക്സസ് ആണ്, അതായത് നമുക്ക് ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ അതിന് മുന്നേ നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് അല്ല നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു JSON ഒബ്ജക്റ്റ് ആയിട്ടാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വേരിയബിൾ യൂസേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കോണ്ടെക്സ്റ്റ് ഡോട്ട് യൂസേഴ്സ് ടു ലിസ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു യൂസർ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഈ എൻറ്റിറ്റിക്കകത്ത് ഇരിക്കുന്ന യൂസർ ഡീറ്റെയിൽസിനെ പിടിച്ച് നമുക്ക് എന്ത് വേണം, നമുക്ക് ലിസ്റ്റ് ആക്കി വേണം. എന്നിട്ട് ഈ യൂസേഴ്സിനെ ആയിരിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓക്കെ സ്റ്റാറ്റസിൽ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു JSON ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. ഞാൻ ഇതിവിടെ ഓക്കെ മാറ്റിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യും, യൂസേഴ്സ് മാത്രം റിട്ടേൺ ചെയ്യാം, അതായത് JSON ഒബ്ജക്റ്റ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇൻ കേസ് ഇപ്പോൾ നമുക്ക് യൂസേഴ്സ് നള്ളാണെങ്കിൽ, ഇഫ് യൂസേഴ്സ് ഡബിൾ ഈക്വൽ ടു നള്ളാണെങ്കിൽ എന്ത് ചെയ്യും, റിട്ടേൺ നോട്ട് ഫൗണ്ട്. ഓക്കെ, നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി 404 ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതായത് യൂസേഴ്സ് ലിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഗെറ്റ് മെത്തേഡ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂസറിനെ മാത്രം എടുക്കുക, അതായത് യൂസറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം. ഓക്കെ, ഇപ്പോൾ യൂസർ ലിസ്റ്റ് ഉണ്ട്, ഇനി അടുത്ത യൂസറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. അപ്പോൾ ഞാനിത് പിന്നെയും ഞാനിത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ HTTP ഗെറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ റൗട്ടിൻ്റെ അവിടെ നമ്മളിവിടെ ചേഞ്ച് ചെയ്യണം. അതായത് റൗട്ടിന് അവിടെ നമ്മളിവിടെ ID എന്നായിരിക്കും നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ID എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ആയിരിക്കും സെറ്റ് ചെയ്യണത്. ഇവിടെ നമ്മൾ ID എന്ന് പറയുന്നത് ഈ റൗട്ടിങ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ API/users/1. അപ്പോൾ 1 കൊടുത്താൽ ആ 1ൻ്റെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് വേണ്ടത്. ഇവിടെ ID-യുടെ ടൈപ്പ് ഞാനിവിടെ ഇൻഡ് കൊടുക്കാം, കാരണം ഇൻഡിജർ ആണ് നമുക്ക് ID വരുന്നത്. ഓക്കെ, ഇനി അവിടെ ഗെറ്റ് യൂസേഴ്സിന് പകരം നമുക്ക് ഗെറ്റ് യൂസർ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂസേഴ്സ് ഡോട്ട് ഫൈൻഡ് കൊടുത്തിട്ട് നമുക്കിവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ID ആണ് വരേണ്ടത്. ID ഇവിടെ നമ്മൾ ID ഫൈൻഡ് ചെയ്യും. ഇവിടെ യൂസർ ആണ്, യൂസേഴ്സ് അല്ല. നമ്മളിവിടെ യൂസേഴ്സ് ഡബിൾ ഈക്വൽ ടു നള്ളാണെങ്കിൽ റിട്ടേൺ നോട്ട് ഫൗണ്ട്. ഇവിടെ നമ്മൾ യൂസറിൻ്റെ റിട്ടേൺ ചെയ്യുന്നത് യൂസർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എന്തോ എറർ അടിക്കുന്നുണ്ട്, അതായത് കനോട്ട് ഇംപ്ലിസിറ്റ്ലി കൺവേർട്ട് ടൈപ്പ് എൻറ്റിറ്റീസ് ഡോട്ട് യൂസർ ഡീറ്റെയിൽസ് ടു IEnumerable കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ IEnumerable മാറ്റിയിട്ട് നമുക്ക് വെറും യൂസർ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ API എൻഡ് പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഗെറ്റ് യൂസേഴ്സ് ലിസ്റ്റ് കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ യൂസറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി 2 API എൻഡ് പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സേവ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. Okay, the following errors occurred with attribute routing. Get users. ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി വന്നു. ഇവിടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നേരത്തെ ഇവിടെ കൺട്രോളേഴ്സ് എന്നാണ് S കൊടുത്തിരുന്നത്. ആക്ച്വലി ഇവിടെ കൺട്രോളറാണ് വെക്കേണ്ടത്. പിന്നെ നമുക്കിവിടെ HTTP ഗെറ്റ് ഇവിടെ റൗട്ട് ഞാനിവിടെ കൊടുത്തായിരുന്നു. റൗട്ടിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ HTTP ഗെറ്റിനകത്ത് തന്നെ നമുക്കിവിടെ ID പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഗെറ്റ് ഉണ്ട്, API ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ
എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ലിസ്റ്റ് ഒബ്ജക്റ്റ്, അതായത് അറേ ഒബ്ജക്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് നമ്മുടെ SQLite-നകത്ത് ആഡ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് API യൂസേഴ്സിനകത്ത് നമ്മളിവിടെ റൈറ്റ് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ID റിക്വയർഡ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 കൊടുക്കുമ്പോൾ യൂസർ നെയിം എനിക്ക് കുമാർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഞാനിവിടെ 4 കൊടുത്തു കഴിഞ്ഞാൽ ജേക്കബ് എന്ന് പറഞ്ഞ് കിട്ടി. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ID തെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ പറയുന്നത്, അതായത് ആ ലിസ്റ്റിനകത്ത് അങ്ങനെ ഒരു യൂസർ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് API കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ API കൺട്രോളർ ഈ ഒരു API എൻഡ് പോയിന്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലയൻറ്റ് സൈഡിന് നമുക്ക് കൊടുക്കുന്നത്.